من صلى علي يوم الجمعة وليلة الجمعة ജുമാഅ ദിവസത്തിന് പകല് അല്ലെങ്കിൽ രാത്രി ജുമാ ജാവുനി അല്ലെങ്കിൽ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മേലെ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ജുമാ ദിവസം അല്ലെങ്കിൽ ജുമാ രാത്രി ജുമാനെ പകല് എത്ര സ്വലാത്ത് മിഅത്തമിന സ്വലാത്തി 100 സ്വലാത്ത് എൻ്റെ മേലെ ജുമാ രാത്രിയോ പകലോ പറഞ്ഞാൽ ഖളല്ലാഹു ലഹു മിഅത്ത ഹാജതൻ 100 ആവശ്യങ്ങളെ 100 ഹാജത്തിനെ അല്ലാഹു വീട്ടി കൊടുക്കുന്നു. ജുമാ രാത്രി അല്ലെങ്കിൽ 100 സ്വലാത്ത് ഇല്ലെങ്കിൽ 100 ഹാജത്തിന് 100 അവന്റെ ആവശ്യങ്ങളെ അല്ലാഹു തആല വീട്ടി കൊടുക്കും. 70 മിൻ ഹവായിജിൽ ആഖിറത്തി 70 ആവശ്യം ആഖിറത്തിൽ ആഖിറമാകുന്ന ലോകത്തിന് 70 ആവശ്യങ്ങളെ അല്ലാഹു തആല വീട്ടി കൊടുക്കും. മിൻ ഹവായിജി ദുനിയാവിന്റെ 30 ആവശ്യം ആഖിറത്തിന്റെ 70ഉം ദുനിയാവിന്റെ 30 ആവശ്യങ്ങൾ. ഇങ്ങനെ 100 ഹാജത്തുകളെ അല്ലാഹു തആല വീട്ടി കൊടുക്കും. മാത്രമല്ല വക്കലല്ലാഹു ബിഹി മലക്കൻ യുദ്ഖിലുഹാ ഖബരി കമാ തദ്ഖുലു അലൈക്കുമുൽ ഹദായ. അല്ലാഹു തആല ആ സ്വലാത്ത് ചൊല്ലുന്നവരെ കൊണ്ട് ഒരു മലക്കിനെ ഏൽപ്പിക്കും. ഒരു പ്രത്യേകമായ മലക്കിനെ അവരെ കൊണ്ട് ഏൽപ്പിക്കും. എങ്ങനത്തെ മലക്ക്? യുദ്ഖിലുഹാ ഖബരി, അവൻ പറഞ്ഞ സ്വലാത്തിനെ എൻ്റെ ഖബറിലേക്ക് ആ മലക്ക് എന്താക്കും? കടത്തും. എന്ന് പറഞ്ഞാൽ മലക്ക് എൻ്റെ ഖബറിലേക്ക് എത്തിച്ചു തരും. ഇതുപോലെ കമാ തദ്ഖുലു അലൈക്കുമുൽ ഹദായ, നിങ്ങൾ ഒരുപാട് ഹദിയകൾ നിങ്ങൾക്ക് വേണ്ടി ഹദിയ ആക്കിയാണെങ്കിൽ ആ ഹദിയകളെ എൻ്റെ ഖബറിലേക്ക് കടത്തും പോലെ നിങ്ങൾ പറഞ്ഞ സ്വലാത്തിനെയും ആ മലക്ക് എന്താക്കും? ഖബറിലേക്ക് എത്തിച്ചു തരും. ഹദിയകൾ എന്ന് പറഞ്ഞാൽ നാം ഓതിയ ഖുർആൻ ശരീഫ്, നാം ചെയ്ത സ്വതക്കകള്, നാം ചെയ്ത എല്ലാ നൽകാര്യങ്ങളും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മലക്ക് എത്തിച്ചു കൊടുക്കും. നാം ഓതിയ ഫാത്തിഹ സൂറത്ത്, നാം ഓതി തീർത്ത ഖത്മുൽ ഖുർആൻ, നാം ഓതിയ സൂറത്ത് യാസീൻ, അതെല്ലാം ഹദിയകളാണ്. ഈ ഹദിയകളെ എൻ്റെ ഖബറിലേക്ക് മലക്കുകൾ എത്തിച്ചു തരും പോലെ നിങ്ങൾ പറഞ്ഞ ചൊല്ലിയ സ്വലാത്തുകളെയും ആ മലക്കുകൾ എന്താക്കും? എത്തിച്ചു തരും. ഇന്ന ഇൽമി ബഅദ മൗതി കഇൽമി ഫിൽ ഹയാതി, എൻ്റെ അറിവ് ബഅദ മൗതി, എൻ്റെ വഫാത്തിന് ശേഷമുള്ള എൻ്റെ ഇൽമ് കഇൽമി ഫിൽ ഹയാതി, എൻ്റെ ഹയാത്ത് കാലത്ത് എനിക്ക് അറിഞ്ഞതുപോലെ, ഹയാത്ത് കാലത്ത് എനിക്ക് ഇൽമുള്ളതുപോലെ, അറിവുള്ളതുപോലെ എൻ്റെ മരണത്തിന് ശേഷവും എനിക്ക് ഇൽമുണ്ട്, അറിവുണ്ട്. ലഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതവും ഖൈറാണ്, എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. അവിടെ പറഞ്ഞത് ജുമാ രാത്രിയും ജുമാ പകലും ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. ഒരു ചുരുങ്ങിയത് ഒരു 100 സ്വലാത്തെങ്കിലും ചൊല്ലണം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹദീസാണ്. അവിടെ പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. അതാ മൻ സ്വല്ല അലൈഹി യൗമൽ ജുമുഅ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജുമാ ദിവസത്തിൽ എൻ്റെ മേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ കാനത്ത് ശഫാഅത്തൻ ലഹു ഇൻദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ സ്വലാത്ത് അവനിക്ക് ശഫാഅത്ത് നൽകുന്നതാണ്. ഒരുപക്ഷേ നരകത്തിലേക്ക് സബാനിയായ മലക്കുലങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആ സ്വലാത്തായിരിക്കും ഞങ്ങളെ തടഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ലാഹു നാം ചൊല്ലിയ സ്വലാത്തുകളൊക്കെ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ ജുമാ ദിവസത്തിൽ സ്വലാത്ത് പറഞ്ഞാൽ അത് ഖിയാമത്ത് നാളിൽ